നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് അഡിച്ചി ബിഗിൻ ഹെർ സ്പീച്ച്, വാട്ട് ഈസ് സ്ട്രൈക്കിംഗ് അബൌട്ട് ഇറ്റ്? അപ്പോൾ എങ്ങനെയാണ് അഡിച്ചി ആ സ്പീച്ച് ബിഗിൻ ചെയ്തത്, എന്താണ് അത് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്? ഷീ ടെൽസ് ദ ഓഡിയൻസ് ദാറ്റ് ഷീസ് എ സ്റ്റോറി ടെല്ലർ. ദ സ്ട്രൈക്കിംഗ് തിങ് അബൌട്ട് ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ക്യാപ്ചേഴ്സ് ദ അറ്റൻഷൻ ഓഫ് ഹെർ ലിസണേഴ്സ് ഓർ റീഡേഴ്സ്. അപ്പോൾ ഈ സ്റ്റോറി അല്ലെങ്കിൽ സ്പീച്ച് തുടങ്ങുന്നത് ഐ ആം എ സ്റ്റോറി ടെല്ലർ എന്നും പറഞ്ഞാണ്. അപ്പോൾ ഇത് ലിസണേഴ്സിൻ്റെയും അതുപോലെ തന്നെ റീഡേഴ്സിൻ്റെയും ശ്രദ്ധ ഒരുപോലെ പിടിച്ചു പറ്റാൻ പറ്റുന്നതായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് അഡിച്ചി ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഇൻ ഹിയർലി റൈറ്റിംഗ്സ്? അപ്പോൾ അഡിച്ചിയുടെ ഇയർലി റൈറ്റിംഗ്സിലെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് അഡിച്ചി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹെർ ക്യാരക്ടേഴ്സ് വെയർ വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്, ദേ പ്ലേഡ് ഇൻ ദ സ്നോ, ദേ ഏറ്റ് ആപ്പിൾസ്, they talked a lot about the weather and how lively it was that the sun had come out. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വൈറ്റും ബ്ലൂ ഐഡും ആയിരുന്നു. അതുപോലെ തന്നെ അവർ സ്നോയിൽ കളിച്ചിരുന്നു, അവർ ആപ്പിൾസാണ് കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർ ഒരുപാട് വെതറിനെ കുറിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന കൂട്ടരുമായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അഡിച്ചി ഫീൽ വെൻ ഷീ റെഡ് ബുക്സ് ഓഥേർഡ് ബൈ അച്ചേബെ ആൻഡ് ലയെ? അപ്പോൾ അച്ചേബയും ലയയും എഴുതിയ ബുക്സ് വായിച്ചപ്പോൾ അഡിച്ചി എങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്? വെൻ ഷീ റെഡ് ബുക്സ് അതേർഡ് ബൈ അച്ചേബെ ആൻഡ് ലയെ, അഡിച്ചി ഫെൽറ്റ് ദാറ്റ് പീപ്പിൾ ലൈക്ക് ഹെർ വിത്ത് ചോക്ലേറ്റ് കളർ ആൻഡ് കിങ്കി ഹെയർ കുഡ് ആൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ അഡിച്ചിക്ക് അവരുടെ ബുക്ക് വായിച്ചപ്പോൾ അഡിച്ചിയെ പോലെ തന്നെയുള്ള ചോക്ലേറ്റ് കളറുള്ള അല്ലെങ്കിൽ കിങ്കി ഹെയറുള്ള ആൾക്കാർക്ക് ലിറ്ററേച്ചറിൽ നിലനിൽക്കാൻ പറ്റുമെന്ന് അഡിച്ചിക്ക് മനസ്സിലായി. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്ക് ഹെൽപ്പ് ഹെർ ഇൻ ഹെർ റൈറ്റിംഗ്? അപ്പോൾ അമേരിക്കനും ബ്രിട്ടീഷ് ബുക്കും എങ്ങനെയാണ് അഡിച്ചി ഹെൽപ്പ് ചെയ്തത്? ദേ ഹെൽപ്ഡ് ഇൻ സ്റ്റിറിങ് ഹെർ ഇമാജിനേഷൻ ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ്സ് ബിഫോർ ഹെർ. അതായത് അമേരിക്കനും ബ്രിട്ടീഷ് ബുക്കും അവരുടെ ഇമാജിനേഷനെ ഡെവലപ്പ് ചെയ്യാനും സഹായിച്ചു, അതുപോലെ തന്നെ ഒരു പുതിയ ലോകം അവരുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനും സഹായിച്ചു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് അഡിച്ചി സ്റ്റാർട്ടഡ് വെൻ ഷീ വിസിറ്റഡ് ഫിഡേസ് വില്ലേജ്? അപ്പോൾ ഫിഡയുടെ വില്ലേജിൽ എത്തിയപ്പോൾ അഡിച്ചി ആകെ സ്റ്റാർട്ടഡ് ആയി പോയത് എന്തുകൊണ്ടാണ്? ഷീ ഹാഡ് തോട്ട് ദാറ്റ് പുവർ പീപ്പിൾ കുഡ് hardly do anything, but when she visited Fide's village, Fide's mother showed her a beautiful patterned basket made from dyed raffia that Fide's brother had made. Adiche was surprised that a poor boy could make such a beautiful thing. അപ്പോൾ അഡിച്ചി ഫിഡയുടെ വില്ലേജിലെത്തിയപ്പോൾ ഫിഡയെ പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലൊന്നും അഡിച്ചയ്ക്കില്ലായിരുന്നു. പക്ഷേ അവരുടെ ബ്രദർ ഉണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റ് കണ്ടപ്പോൾ ആ തോന്നലെല്ലാം മാറി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിയേറ്റീവായ സാധനങ്ങളും പാവപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. വൈ വാസ് അഡിച്ചീസ് റൂംമേറ്റ് ഷോക്ക്ഡ്? എന്തുകൊണ്ടാണ് അഡിച്ചിയുടെ റൂംമേറ്റ് ഷോക്ക്ഡ് ആയിപ്പോയത്? അഡിച്ചീസ് റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബിക്കോസ് അഡിച്ചി സ്പോക്ക് ഇംഗ്ലീഷ് ക്വൈറ്റ് വെൽ. അപ്പോൾ അഡിച്ച നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ടാണ് അഡിച്ചയുടെ ആ ഒരു റൂംമേറ്റ് ഷോക്ക്ഡ് ആയി പോയത്. Adichie talks about the no possibilities in this single story. What does she mean by this? അപ്പോൾ അഡിച്ചി സിംഗിൾ സ്റ്റോറിയിൽ നോ പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഷീ മീൻസ് ദാറ്റ് ഹെർ റൂംമേറ്റ് കുഡ് നെവർ ഇമാജിൻ ദാറ്റ് ദെയർ വാസ് എ പോസിബിലിറ്റി ഓഫ് പീപ്പിൾ ലൈക്ക് ഹെർ ഇൻ ആഫ്രിക്ക. ഹെർ റൂംമേറ്റ് നോ ഓൺലി ദ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക ദാറ്റ് ഇറ്റ് ഈസ് എ ഡാർക്ക് കോണ്ടിനെൻറ്റ്. അപ്പോൾ റൂംമേറ്റ് ഒരിക്കലും ഇങ്ങനെ അവരെ പോലുള്ള ആൾക്കാർ ആഫ്രിക്കയിൽ കാണുമെന്ന് വിചാരിച്ചില്ല. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ആഫ്രിക്കയിൽ കാണുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ അവർക്ക്, അതായത് റൂംമേറ്റിന് അറിയാവുന്ന ഒരേ ഒരു കാര്യം ആഫ്രിക്കയെക്കുറിച്ച്, അതൊരു ഡാർക്ക് കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ ഒരു ഇരുണ്ട ഭൂഖണ്ഡം മാത്രമെന്നുള്ള ഒരു വ്യൂ പോയിന്റ് മാത്രമേ ആ റൂംമേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. എയ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ പ്രൊഫസർ സേ ദാറ്റ് ഹെർ ക്യാരക്ടേഴ്സ് വെർ നോട്ട് ഒതൻറ്റിക്കലി ആഫ്രിക്കൻ? അപ്പോൾ എന്തുകൊണ്ടാണ് അഡിച്ചയുടെ ക്യാരക്ടേഴ്സ് ഒതൻറ്റിക്കലി ആഫ്രിക്കൻ അല്ല എന്ന് പ്രൊഫസർ പറയാൻ കാരണം? He said like that because her characters were like him, educated and middle class. Her characters strove caste and they were not starving. The professor thought that such things are not authentically African. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം പ്രൊഫസറിൻ്റെ കണക്ക് തന്നെയുള്ള ആൾക്കാരായിരുന്നു. അതായത് എഡ്യൂക്കേറ്റഡ് ആയ മിഡിൽ ക്ലാസ് ആയ ആൾക്കാരായിരുന്നു അഡിച്ചയുടെ ക്യാരക്ടേഴ്സ്. അതുപോലെ അവർ കാറുകൾ ഓടിക്കുമായിരുന്നു, അതുപോലെ അവർ പട്ടിണി കിടക്കില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആഫ്രിക്കൻ ആകൂ എന്നുള്ള ചിന്തയാണ് പ്രൊഫസറിന് ഉണ്ടായിരുന്നത്. നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് എ സിംഗിൾ സ്റ്റോറി അക്കോർഡിംഗ് ടു അഡിച്ചി? അപ്പോൾ അഡിച്ചിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സിംഗിൾ സ്റ്റോറി എന്നുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോറി ഉണ്ടാക്കുന്ന പ്രോബ്ലം എന്താണ്? The problem with single story is that it creates stereotypes. Stereotypes may not be untrue, but they are not complete. Single story gives people a wrong picture of things. അപ്പോൾ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് സ്റ്റീരിയോടൈപ്സ് ക്രിയേറ്റ് ചെയ്യും. സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത് അൺട്രൂ ഒന്നും ആയിരിക്കില്ല, പക്ഷേ
അതെന്തായിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. നമ്മൾ കാണുന്നത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് റോങ് പിക്ചർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോറീസ് എന്ന് പറയുന്നത് റോങ് പിക്ചർ അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കും. അപ്പോൾ ആക്ടിവിറ്റി നമ്പർ 1. അപ്പോൾ ഇതിനകത്ത് കുറേ പേര്, അല്ലെങ്കിൽ നമ്മുടെ അടിച്ചയുടെ കുറേ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഇൻസ്റ്റൻസും നമ്മൾ എടുത്തെഴുതുക. ആ സ്റ്റോറിയിലുള്ള അടിച്ചയുടെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെർ റീഡിങ് of foreign books, especially American and British, her reading of Chinua Achebe and Kamala Lai, the coming of Fide as the houseboy when she was at 8, her mother telling her how poor Fide's family is, her visit to the village of Fide, her going to the USA when she was 19, her experience with her roommate, the comment about her characters by a professor who felt that her characters were not authentically African, the tragedies she experienced, the grandparents dying in refugee camps, her cousin Polly dying because of the lack of proper health care, her friend Oklahoma dying in a plane crash who asked the fire trucks had not water, and how the repressive military government, which did not give priority to education, did not sometimes even pay salaries to her parents. ഇതാണ് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്നത്. ഇനി ആക്ടിവിറ്റി 2-ൽ അതൊരു സ്പീക്കിംഗ് അല്ലെങ്കിൽ ഈ സ്പീച്ച് കേട്ടതിന് ശേഷം നമ്മൾ എഴുതേണ്ടതാണ്. അടുത്ത ആക്ടിവിറ്റി 3-ൽ ഈ സ്പീച്ച് അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് റൈറ്റപ്പ് എഴുതുക, അല്ലെങ്കിൽ ആ സ്പീച്ചിനെ പറ്റി ഒരു റൈറ്റപ്പ് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. എ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് stereotypes. The problem with stereotypes is not that they are untrue, but they are incomplete. The experience of Chimamanda Ngozi Adichie while she was a student in the USA proves that point. Her American roommate was surprised to hear Adichie speak English so well, and she liked the songs of Mariah Carey. And the American roommate could never imagine that a girl from Nigeria could speak English or listen to the singers like Mariah Carey. Many British, Canadians or Australians feel surprised when Indians speak fluent English because they think that Indian can't speak English well. Misinform and misguide people. They had a servant whose name was Fide. Her mother always talked about the poverty of Fide. Adichie once visited Fide's home and found his brother was a fine craftsman who could make beautifully patterned baskets, but she knew only of their poverty and not their artistic skills. This is what happens to many of us. We hear just one thing about a person or about a country. We don't hear other things about him or the country, and so our opinion about the person or the country remains prejudiced. In India, there are many street magicians and snake charmers. Many people in Africa and Europe think that all Indians know magic and they can handle snakes like Baba Suresh. We all heard the story of 6 blind men going to see the elephant. Each of them felt with their hands a different heart from the heart of the elephant. The person who felt the leg of the elephant said that an elephant is like a pillar. The one who felt the ear said that an elephant is like a hand fan. To the one who felt the tail was like a stick. They all were right in their own limited way, but they were all wrong about the concept of the elephant. So people coming to conclusion, we should hear not a single story about something but different stories about it, otherwise we will remain prejudiced like the blind men in the story. അടുത്ത ആക്ടിവിറ്റി ഒരു ലാംഗ്വേജിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിക്വസ്റ്റ് ആണ് പറയുന്നതെങ്കിൽ അതിങ്ങനെ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടുമാണ് പറയുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് മേക്കിംഗ് റിക്വസ്റ്റ്. അപ്പോൾ ഫോർമൽ സ്റ്റൈലിൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. അപ്പോൾ ഇൻഫോർമൽ ആണെങ്കിൽ ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഇനി ഓഫറിങ് എ ഹെൽപ്പിൽ മേ ഐ ഹെൽപ്പ് യു ആണ് ഫോർമൽ. ഇൻഫോർമൽ ഐ വിൽ ഹെൽപ്പ് യു. ഗിവിങ് അഡ്വൈസ് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഇൻഫോർമൽ കൺസൾട്ട് എ ഡോക്ടർ ടുഡേ. ഇനി ആസ്കിങ് ഫോർ പെർമിഷൻ, മേ ഐ ബോറോ യുവർ പെൻ. ക്യാൻ ഐ ഹാവ് യുവർ പെൻ? ആൻ ഐ ഹാവ് എ പെൻ. ആസ്കിങ് ഫോർ ഡയറക്ഷനിൽ വുഡ് യു മൈൻഡ് ടെലിങ് മീ ഹൗ ടു ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഇൻഫോർമൽ ആണെങ്കിൽ ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഗിവിങ് ഓപ്ഷൻസിൽ യു മേ ചൂസ് ദിസ് ഓർ ദാറ്റ്. അപ്പോൾ
Informal, take what you like. Agreeing, I do agree with you. Informal, I quite agree. Disagreeing, I beg to differ on this. I don't agree here. ഇനി മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോണും ഡോക്ടർ ക്രോണിനും, അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച ക്യാരക്ടേഴ്സാണ്, അവർ തമ്മിലുള്ളൊരു ഒരു കോൺവെർസേഷൻ ഫില്ല് ചെയ്യാവുന്നതാണ്. മിസ്റ്റർ ജോൺ, എക്സ്ക്യൂസ് മീ ഡോക്ടർ, I wonder if I might introduce myself. Dr. Cronin, of course you may do so. Now Mr. John, I am John who you once helped. I am afraid you may not remember me. Dr. Cronin, oh yes, now I remember. That was long ago, isn't it? How are you now? Mr. John, by the way, may I take the privilege of introducing my wife? Dr. Cronin, pleased to meet you, Mrs. John. Mr. John, good morning, doctor. John has always been speaking about you. That Mrs. John's statement ആണ്. Dr. Cronin, it is good of him. I didn't do anything great for him. Mr. John, no doctor, you did really something great for me. You changed my life entirely for the better. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽ ഇവിടെ 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇഫ് യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് മീ ഐ ക്യാൻ കൺവേ ദ മെസ്സേജ്. ഇഫ് ദ സർജൻ റെഫ്യൂസ് ടു ഒബ്ലിക് ദ യങ് മാൻ വുഡ് ഗോ ടു ദ പ്രിസൺ. അടുത്ത തേർഡ് സെൻറ്റൻസ്, ഇഫ് ഐ ഹാഡ് പ്രിപ്പയർഡ് വെൽ ഐ വുഡ് ഹാവ് പെർഫോംഡ് വെൽ ഇൻ ദ സ്റ്റേജ്. അപ്പോൾ ഈ മുകളിലത്തുള്ള സെൻറ്റൻസിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ആണ്ടെ ഇഫ് യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് മീ എന്ന് പറയുന്നത് ഐ ക്യാൻ കൺവേ ദ മെസ്സേജ് എന്ന് പറയുന്നത് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആ കോമയുടെ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എ സബ്ജക്റ്റ് ആൻഡ് വേർബ് ഇൻ ബോത്ത് ദ പാർട്സ്. അപ്പോൾ രണ്ട് പാർട്ടിലും സബ്ജക്റ്റും വേർബും ഉണ്ടോ എന്നാണ് ചോദ്യം. രണ്ടിലും ഉണ്ട്. അടുത്ത്, വാട്ട് വിൽ യു കോൾ ദ 2 പാർട്സ് വിത്ത് വേർബ് ഇൻ ഈച്ച് ഓഫ് ദം. അപ്പോൾ ഇങ്ങനെ കാണുന്ന രണ്ട് പാർട്സിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതിൻ്റെ ഉത്തരം ക്ലോസസ് എന്നാണ്. അങ്ങനെ കാണുന്നതിന് നമ്മൾ ക്ലോസസ് എന്നാണ് വിളിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ വേർബ് ഫോംസ് ആൻഡ് ടെൻസസ് ഇൻ ബോത്ത് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ്. ഇനി രണ്ട് പാർട്ടിലെ വേർബ് ഫോമും ടെൻസും കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്പെയർ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റും ക്യാൻ കൺവേ എന്ന് പറയുന്നത് ഫ്യൂച്ചറുമാണ്. അടുത്ത് സെക്കൻഡ് സെൻറ്റൻസിൽ റെഫ്യൂസൽ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റും വുഡ് ഗോ എന്ന് പറയുന്നത് കണ്ടീഷണലുമാണ്. തേർഡിൽ ഹാഡ് പ്രിപ്പയർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റും വുഡ് ഹാവ് പെർഫോംഡ് എന്ന് പറയുന്നത് കണ്ടീഷണൽ പെർഫെക്റ്റുമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റൻസിന് ഇതുപോലെ നമ്മൾ പാർട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പാർട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് യു ഹാഡ് ഇനഫ് മണി യു വുഡ് ബൈ എ കാർ. ഐ വിൽ കം ഇഫ് യു ഇൻവൈറ്റ് മീ. ഇഫ് യു ഹാഡ് ഇൻഫോംഡ് മീ ഐ വുഡ് ഹാവ് കം ഇൻ ടൈം. ഇഫ് ഷീ കംസ് ഐ വിൽ ബി ഹാപ്പി. If he had known about it, he would not have said such things. If they tried, they would succeed. അടുത്ത ആക്ടിവിറ്റി 3ൽ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ള അണ്ടർലൈൻ ചെയ്തിരിക്കുക അല്ലെങ്കിൽ ബ്ലാങ്ക് ഇട്ടിരിക്കുന്ന സ്പേസിലാണ്. വി ഹിയർ ദ സൗണ്ട് ദാൻ we rushed to the spot. Third question, she finished the project and she started on a new one. The fourth question, no sooner had I received her call than I left the house. And the B part, no sooner did I receive her call than I left the house. ഇനി ഹാർഡ്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി ചേർത്ത് എഴുതാനുള്ളതാണ്. സ്കേഴ്സ്ലി, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്കേഴ്സ്ലി ഹാഡ് വി ഹഡ് ദ സൗണ്ട് വെൻ വി റഷ് ടു ദ ഷോട്ട്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, hardly had she finished the project when she started a new one. At the third, scarcely had I received her call when I left the house. അപ്പോൾ ഇത് മൂന്ന് സെൻറ്റൻസ് ആണ്. അത് നമ്മൾ സ്പേസ് ഒരു ചേർന്നിരിക്കുന്നതാണ്. ഇനി അടുത്ത പാർട്ടിലും as soon as ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ as soon as we heard the sound we rushed to the spot. As soon as we finished the project she started a new one. As soon as I received her call I left the house. ഇനി ആക്ടിവിറ്റി 4 ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ കം ഇൻ ടു ദ ഗാർഡൻ വിത്ത് മീ. അപ്പോൾ അതിനകത്ത് ഇൻ ടു ദ ഗാർഡൻ വിത്ത് മീ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ വാണ്ടഡ് ടു ഗോ ടു ദ മൂവീസ്
to the movies ആണ് പ്രൊപ്പോസിഷണൽ ഫ്രേസ്. The girl from the nearby city left her purse in the pub. From the nearby city in the pub. അടുത്തത് the stories in that book were translated by my friend. In that book by my friend. She was looking for a man with money. For a man with money. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റീസ്.